വൈറലായി. ഇന്നിപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടു. ശീതളിസം എന്ന ചാനലിൽ അവരവരുടെ ഭാഷയിൽ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. തമിഴ് വലിയ വശമില്ലാത്ത കാരണം തമിഴ് തെറികളൊന്നും നമുക്കറിയില്ല. ഒരാൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നല്ല ഭക്തിയും വിശ്വാസം ഉണ്ടെങ്കിൽ പ്രപഞ്ചം അതങ്ങോട്ട് അനുഗ്രഹിച്ച് കൊടുക്കും. തഥാസ്തു. ദൈവയെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും പറയുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ നാവിൽ ഗുളികൻ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ മനസ്സ് അതങ്ങനെ തന്നെ സംഭവിക്കും. അവൾ ആഗ്രഹിച്ചത് ഒരു റീച്ച്, ആ റീച്ചിന് വേണ്ടി അവൾ ചെയ്ത കാര്യങ്ങൾ തഥാസ്തു. ദേവി അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിച്ചു കൊടുത്തു. നിനക്ക് റീച്ച് അങ്ങോട്ട് കിട്ടട്ടെ, ഇഷ്ടം പോലെ റീച്ച് കിട്ടട്ടെ. പക്ഷെ ഒരു പാവത്തിൻ്റെ ജീവൻ എടുത്തുകൊണ്ടായതാണ്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു സാവകാശം വേണം. പക്ഷേ ഈ പറയുന്ന എനിക്ക് പോലും അതില്ല കേട്ടോ. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല. ചിലർ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തളരും മാനസികമായിട്ട്. നമ്മുടെ മനസ്സിനൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും ചിന്തിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരാരുടെയും മുഖം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മുടെ ആ വിഷമം, ആ പ്രശ്നം, അതുമൂലം നമുക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം, അതിനെ എങ്ങനെ മറികടക്കണം, അതിന് ജീവൻ അവസാനിപ്പിക്കാം. ഇതാണ് ഈ വിഷാദരോഗം ഉള്ളവരുടെ ചിന്താഗതി. ഞാനിങ്ങനെയൊക്കെ വാചകം അടിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു പ്രശ്നം മതി എൻ്റെ മനസ്സ് തളരാനായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ ഡൗണായിട്ട് പോകും. ഒരു ചെറിയ നെഗറ്റീവ് കമൻറ്റ് കണ്ടാൽ പോലും ഞാൻ നെഗറ്റീവ് അല്ലാതെ അങ്ങ് തളർന്നു പോകുന്ന ആളാണ്. പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനും ഷെയർ ചെയ്യുന്ന ആളുണ്ട്, ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്. ഒന്നും ഞാൻ മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ പരമാവധി. അങ്ങനെ വല്ലാതെ മനസ്സിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലാവും. എൻ്റെ രീതികൾ കണ്ട പെട്ടെന്ന് മനസ്സിലാക്കും, ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രശ്നത്തിനൊക്കെ സോൾവ് ചെയ്ത് പോകുന്ന കാരണമാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ, ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. ഞാനിടുന്ന വീഡിയോയ്ക്കോ കമൻറ്റിനോ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ വേറെ കുടുംബപരമായിട്ടുള്ള ഒരു വിഷയം ഇല്ല. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ആ പാവം ചെറുപ്പക്കാരൻ ഒന്ന് മനസ്സിനൊന്ന് ശക്തി കൊടുത്താൽ മതിയായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ എൻ്റെ ജീവൻ കളയുന്നത്? എൻ്റെ അച്ഛനമ്മമാരെ നിത്യദുഃഖത്തിലാക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് എന്തിനാന്നാ